നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. SIR-മായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസറായി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ നിയോഗിച്ചതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചോ? തീവ്ര പരിശീലനം നൽകിയെന്ന് അവകാശപ്പെടുമ്പോഴും പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതടക്കം ഒട്ടേറെ സങ്കീർണതകളുള്ള വോട്ടർ പട്ടിക പരിഷ്കരണ ജോലികൾ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ നിയോഗിക്കുമ്പോൾ ജോലിയിൽ കടുത്ത സമ്മർദ്ദം നേരിടുന്നുവെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ BLO അനീഷ് വീടിനുള്ളിൽ ജീവനൊടുക്കിയതോടെയാണ് BLOമാരുടെ ജോലി സമ്മർദ്ദം ചർച്ചയായിരിക്കുന്നത്. എന്നാൽ BLOയുടെ മരണവും SIR ജോലികളും തമ്മിൽ ബന്ധമില്ലെന്ന നിലപാടിലാണ് കളക്ടർ. അനീഷ് ജോർജിന്റെ ആത്മഹത്യ ജോലി സമ്മർദ്ദം കാരണമല്ലെന്ന കളക്ടറുടെ വാദം തള്ളി കുടുംബം രംഗത്തെത്തി. അനീഷിന് കടുത്ത മാനസിക സമ്മർദ്ദം, ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. അതിനിടെ അനീഷിന് മേൽ CPM-ന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നതായി ആരോപിച്ച് കോൺഗ്രസും BJP-യും രംഗത്തെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഏറെ സമാനമായ രീതിയിലുള്ള നിരവധി ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം SIR-മായി ബന്ധപ്പെട്ട് BLOമാർക്ക് വലിയ രീതിയിലുള്ള ജോലി സമ്മർദ്ദമുണ്ട്. നമുക്കറിയാം, അത് പ്രത്യേകിച്ചും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക്, ഈ ക്ലറിക്കൽ ജോലിയിൽ അത്ര പരിജ്ഞാനമില്ലാത്തവർക്ക് ഇത് നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പല ആശങ്കകളും ഉണ്ടാകാം. കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ആ ജോലി പൂർത്തീകരിക്കണം. അങ്ങനെയുള്ള സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, സമ്മർദ്ദത്തെ തുടർന്നാണ് BLO അനീഷ് ജീവനൊടുക്കിയതെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. പക്ഷേ ഇത് തള്ളിക്കൊണ്ട് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്? കളക്ടറുടെ നിലപാടിനെതിരെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ടല്ലോ ബൈജു. തീർച്ചയായും ടോമെ, ഇന്നലെയാണ് അനീഷ് ജോർജ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും വലിയ തോതിൽ തുടരുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് 3 മണിക്കാണ് അനീഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ലൂർദ് മാത കത്തോലിക്ക പള്ളിയിലാണ് ഏറ്റുകൊടുക്കലുള്ള ചടങ്ങുകൾ നടക്കുന്നത്. ഏതായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് അനീഷ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം അത് പ്രാദേശിക CPM നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന്, അതായത് SIR-യുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ജോലിഭാരമുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഇത്തരത്തിൽ ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതിൽ ഡിജിറ്റൽ തെളിവ് അല്പസമയത്തിനകം, അതായത് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പുറത്തുവിടുമെന്നും പറയുന്നുണ്ട്. എന്തായാലും CPM ഇത് പൂർണ്ണമായും തള്ളുന്നുണ്ട്. EP ജയരാജനും KK രാഗേഷും ഉൾപ്പെടെ ഇപ്പോൾ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമില്ല, അത് കോൺഗ്രസ് പുറത്തുവിടുന്ന ഇത്തരത്തിലുള്ള കള്ള കഥകൾ മാത്രമാണ് എന്ന തരത്തിൽ CPM രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ കലക്ടർ നൽകിയിട്ടുള്ളത്. അതായത് പോലീസിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കലക്ടർ നൽകിയ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ അനീഷിന് ഏതെങ്കിലും തരത്തിൽ ജോലിഭാരം ഉണ്ടായിട്ടില്ല, അത്തരത്തിൽ സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. 80% ജോലി പൂർത്തിയായിട്ടുണ്ട്. അതുമാത്രമല്ല, അനീഷിന് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരോടോ ആരോടും പങ്കുവച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കുടുംബം കൂടി ഇന്ന് രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കുടുംബം പ്രധാനമായും പറയുന്നത് ജോലി ഭാരം വലിയ തോതിൽ അനീഷിനുണ്ടായിരുന്നു. അനീഷ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭക്ഷണം പോലും കഴിക്കാറില്ല, ഉറങ്ങാറില്ല. അതോടൊപ്പം വീട്ടിലെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ ജോലി നഷ്ടപ്പെടുമെന്ന് പോലും അനീഷ് ആശങ്കപ്പെട്ടു എന്നാണ് കുടുംബം പറയുന്നത്. ഈ ജോലി കളയാൻ പോലും പിതാവ് ജോർജ് ഈ ഇത്തരത്തിൽ അനീഷോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ പറയുന്നത് ഈ ജോലിയിലുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം അത് തന്നെയാണ് അനീഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് അവർ പറയുന്നത്. അപ്പോഴും കോൺഗ്രസും BJP-യും ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി രംഗത്ത് വരുന്നു. എന്നാൽ തെളിവുകൾ അത് കോൺഗ്രസ് അല്പസമയത്തിനകം ഹാജരാക്കുമെന്നാണ് പറയുന്നത്. അതായത് CPM പ്രവർത്തകർ അനീഷയെ ഭീഷണിപ്പെടുത്തി, അതിന്റെ ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, ഡിജിറ്റൽ തെളിവുകളാണ് CPM UDF കോൺഗ്രസ് പറയുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസും BJP-യും ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്. കാരണം ഈ BLO ആയിട്ടുള്ള അനീഷിന് മേൽ CPM-ന്റെ പ്രാദേശിക നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്ന്. പക്ഷേ CPM മാത്രമല്ല, 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും, 3 മുന്നണികളിലെ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നതായി ചില വിവരങ്ങൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരമൊരു സമ്മർദ്ദവും, അതായത് ഈ ജോലി സമ്മർദ്ദത്തിനപ്പുറം ഈ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും അനീഷിൻ്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടാകുമോ?
ടോമി, അത് തന്നെയാണ് കലക്ടറുടെ റിപ്പോർട്ടിൽ ഒരു പരാമർശമുള്ളത്. അതായത് ഇത്തരത്തിൽ ജോലി ഭാരം കൊണ്ടല്ല അനീഷ് ആത്മഹത്യ ചെയ്തതെന്നും വ്യക്തിപരമായ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതെന്നാണ് ഈ കലക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഒരേപോലെ ഇത്തരത്തിൽ CPM-നെതിരെ പറയുന്നുണ്ട്. അവിടെയുള്ള പ്രാദേശിക, നമുക്കറിയാം, ഇത് ഏറ്റുകൊടുക്കുക എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമമാണ്, പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. ഈ അനീഷ് ഇത്തരത്തിൽ വീടുകളിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഒരു ബൂത്ത് ഏജന്റും കൂടി ഉണ്ടായിരുന്നു. ആ ബൂത്ത് ഏജന്റിനെ കൂടെ കൂട്ടിയതുകൊണ്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അനീഷിന്റെ ഫോണിൽ നിന്നും ഈ ഒരു തെളിവ്, ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിജിറ്റൽ തെളിവാണ് അല്പസമയം, അതായത് ഒരു 4 മണിയോടുകൂടി കോൺഗ്രസ് പുറത്തുവിടുമെന്ന് പറയുന്നത്. ഏതായാലും അത്തരം ശബ്ദ സന്ദേശങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല ഇതുവരെയായും. പക്ഷെ കോൺഗ്രസ് പറയുന്നത് തങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു തെളിവുണ്ട്, CPM ഇതിൽ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധ ആകുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം തുടക്കം മുതലേ ഇതിൽ SIR-നെതിരെ വലിയ തോതിൽ പ്രതിഷേധവുമായി ഇത്തരത്തിൽ CPM രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് കാരണം. അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് അനീഷ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത എന്ന നിലപാടിലായിരുന്നു CPM ഉണ്ടായത്. ആ സമയത്താണ് കോൺഗ്രസിന്റെ ഭാഗത്തും BJPയുടെ ഭാഗത്തും വലിയ തോതിൽ ഇങ്ങനെ ഒരു ആരോപണം വരുന്ന സാഹചര്യം ഉണ്ടായി. ഇതിലൊരു ഡിജിറ്റൽ തെളിവ് കൂടി പുറത്തു വന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിന് ആവുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും അങ്ങനെ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടും എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നുള്ളത്. ഏതായാലും CPM നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ പ്രാദേശിക തലത്തിലുള്ള ഒരു ഭീഷണിയും അനീഷിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് EP ജയരാജൻ പറയുന്നത്, KK രാഗേഷ് പറയുന്നത്. ഇങ്ങനെ ഓരോ നേതാക്കളും, പ്രാദേശികമായ നേതാക്കളും അത്തരത്തിലുള്ള പ്രതികരണമായി രംഗത്ത് വന്നത്. ഏതായാലും കുടുംബം ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു, അത്തരത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണി ഉണ്ടായെന്ന് പറയുന്നാൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇത്തരത്തിൽ ഒരു മാത്രം ഭീഷണി ഉണ്ടായെന്ന് കുടുംബം ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ജോലിയിലെ അമിത ഭാരം തന്നെയാണ് അനീഷ് ആത്മഹത്യ ചെയ്യാൻ, ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യാൻ കാരണമെന്നാണ് അച്ഛൻ ജോർജും സഹോദരങ്ങളും ഒക്കെ പറയുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് നേർ വിരൽ ചൂണ്ടാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു ഡിജിറ്റൽ തെളിവ് പുറത്തു വരുമോ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും. എന്തായാലും വീട്ടിൽ ആരംഭിക്കും. അതായത് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചില തെളിവുകൾ, ഈ അനീഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതായത് ആർക്കെതിരായിട്ടുള്ള തെളിവുകളായിരിക്കും? CPM പ്രാദേശിക നേതൃത്വം അനീഷിനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളാണോ കോൺഗ്രസ് പുറത്തുവിടുന്നത്? തീർച്ചയായും അത്തരത്തിൽ പ്രാദേശിക നേതാവ് അനീഷിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തെളിവ്, അത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അത് കോൺഗ്രസ് നേതാക്കളുടെ, ഉന്നത നേതാക്കളുടെ കയ്യിൽ അത്തരം ഒരു തെളിവുണ്ട്. അത് ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ മതി. അത് ഒരു രാഷ്ട്രീയമായ ഒരു കാര്യമായി ഇപ്പോൾ ഏറ്റെടുക്കേണ്ടതില്ല. ഇനി സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ മാത്രമേ അത്തരം തെളിവുകൾ പുറത്തുവിടുന്നു പറയുന്നത്. അതിൽ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ വീടുകളിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു, അനീഷിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആ ആളെ എന്തിനാണ് ഇത്തരത്തിൽ കൂടെ കൂട്ടിയതെന്ന് ചോദിച്ച് പ്രാദേശിക നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിന്റെ ഡിജിറ്റൽ തെളിവ് ആണ് ഇവരുടെ കയ്യിലുള്ളതും പുറത്തുവിടും എന്ന് പറയുന്നത്. ഏതായാലും അത് 4 മണിയോടുകൂടി പുറത്തുവിടുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൽ വലിയ വഴിത്തിരിവുണ്ടാകും. കാരണം ഇത് തുടക്കം മുതലേ SIR-നെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നതാണ്. പക്ഷെ അപ്പോഴും കലക്ടറുടെ റിപ്പോർട്ട് ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കലക്ടർ പറയുന്നത് അത്തരത്തിൽ ഒരു ജോലി ഭാരവും അനീഷ് ഉണ്ടായിട്ടില്ല, അത്തരം അനീഷ് ഈ കാര്യം സൂചിപ്പിച്ചു പോലുമില്ല എന്നൊരു റിപ്പോർട്ട് കലക്ടറുടെ കൂടി വരുന്നു. അപ്പോൾ ഇങ്ങനൊരു തെളിവ് കൂടി പുറത്തു വന്നാൽ അത് കൃത്യമായി CPM-ന്റെ വലിയ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാവും. കലക്ടറുടെ റിപ്പോർട്ടും ഇത് രണ്ടും കൂട്ടി വായിച്ചാൽ അത് ഒരു പക്ഷേ CPM പ്രാദേശിക നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് അനീഷ് ഇത്തരത്തിൽ കടുംകൈ ചെയ്തു എന്ന് കരുതേണ്ടി വരും. അങ്ങനെയുള്ളതിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയാണെങ്കിൽ ഇതിനിയും നീണ്ട നാളത്തെ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അത്തരം സമയങ്ങളിൽ CPM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വരികയാണെങ്കിൽ എന്തായാലും അത് വലിയ ചർച്ചാ വിഷയമാവും. VD സതീശൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഈ കാര്യം ആവർത്തിച്ച് ഇന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഒരു ഡിജിറ്റൽ തെളിവ് തങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ പുറത്തുവിടില്ല. കാരണം ഈ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് മാത്രമേ പുറത്തുവിടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു പാർട്ടി ഗ്രാമമാണ്. ഈ പാർട്ടി ഗ്രാമത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പോലും അനുവാദമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതെല്ലാം നിഷേധിക്കുന്നു CPM.
അത്തരത്തിലൊരു കാര്യങ്ങൾ നടന്നിട്ടില്ല. അവർ പ്രാദേശികമായ ആളുകളോടും സംസാരിച്ചു. ഏതെങ്കിലും തരത്തിൽ അനീഷിനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് SIR-ൽ ഇത്തരത്തിൽ ഈ ജോലിഭാരം അമിത ഭാരം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് അനീഷ് നയിച്ചതെന്ന് തന്നെയാണ് ഇപ്പോഴും അല്പസമയം മുമ്പ് KK രാഗേഷ് ഉൾപ്പെടെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും ആ ഒരു ശബ്ദ സന്ദേശമാണ് ഇതിൽ ഏറ്റവും പ്രധാനമാവുക. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നേരെ തിരിഞ്ഞ് അത് CPM-ന് നേരെ വരുന്ന ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ ഉണ്ടാകും. ഇപ്പോഴേ CPM പ്രതിരോധം തീർത്ത് ഇതിനെതിരെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ടോം, യഥാർത്ഥത്തിൽ എന്താണ് ഈ അനീഷ് ജോർജിന് BLOയ്ക്ക് സംഭവിച്ചതെന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. കോൺഗ്രസ് അല്പസമയത്ത്, അതായത് അനീഷിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചില തെളിവുകൾ, ഈ മരണവുമായി ബന്ധപ്പെട്ട, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ പുറത്തുവിടുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ ഈ SIR ജോലിക്കിടെ, അതുമായി ബന്ധപ്പെട്ട ജോലിക്കിടെ ഒരു BLO കുഴഞ്ഞു വീണു, കാസർഗോഡ് കുഴഞ്ഞു വീണു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. അതിനിടെ കണ്ണൂരിൽ BLO അനീഷ് ജോർജിൻ്റെ ആത്മഹത്യത്തിൽ പ്രതിഷേധവുമായി BLOമാർ രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച BLOമാർ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തി. പരാതി ലഭിച്ചില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കള്ളമാണെന്നും താൻ നിസ്സഹായനെന്നും ആയിരുന്നു മറുപടിയെന്നും ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ കണ്ണൂരിലെ അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് BLOമാരുടെ ജോലി സമ്മർദ്ദം വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും, കൊൽക്കത്തയിലൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും അമിതമായ ജോലി സമ്മർദ്ദമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്? പ്രത്യേകിച്ചും BLOമാർ ഒന്നടങ്കം വിവിധ സംഘടനകൾ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. എന്തായിരുന്നു അവരുടെ നിലപാട്? എന്താണ് അവരുടെ ആവശ്യം? ടാർജറ്റ് നൽകി BLOമാരെ പണിയെടുപ്പിക്കുന്നു, അമിത ജോലിഭാരമാണ്. ഇത് തുടക്കത്തിൽ തന്നെ തൊഴിലാളി ജീവനക്കാരുടെ സംഘടനകൾ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുതൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അറിയിച്ചാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ല. പക്ഷേ വലിയ രീതിയിലുള്ള ഹറാസ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. പലരും ജോലി വിട്ടുപോകാൻ നിർബന്ധിതരാകുന്നു. ചില മാനസിക സംഘർഷത്തിലായ നിരവധി ആളുകളുണ്ട്. ജോലി ഉപേക്ഷിക്കുമെന്ന ഭീഷണി മുഴക്കിയതും പലപ്പോഴും മേലധികാരികളുടെ ശാസനയ്ക്കും മെമ്മോ അടക്കമുള്ള നടപടികൾക്കും വിധേയരായവരുണ്ട്. ഇത്തരത്തിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ നിലപാട്. ഇന്ന് വലിയ പ്രതിഷേധം തലസ്ഥാനത്തുമുണ്ടായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് രണ്ട് സംഘടന, ഒന്ന് സെക്രട്ടറി ആക്ഷൻ കൗൺസിലും ഇടതുപക്ഷ അധ്യാപക ജീവനക്കാരുടെ കൂട്ടായ്മയും മാർച്ച് നടത്തി. പ്രതീകാത്മക സമരമായിരുന്നു ജീവനക്കാരുടെ സെക്രട്ടറി ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തുണ്ടായത്. കഴുമരവുമായി ജീവനക്കാർ കഴുമരത്തിന് നിൽക്കുന്നതിന് തുല്യമാണ്. ഏതു നിമിഷവും ജീവൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യമാണ്. ഈ രീതിയിൽ ഇவ்விധം മുന്നോട്ട് പോകാനാകില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. വലിയ പ്രതിഷേധമുണ്ടായി. വലിയ പങ്കാളിത്തം ഈ സമരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശപ്രകാരം ഈ BLOമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തുകയാണ് ജില്ലാ കളക്ടർമാർ. അതിൽ ഒരു BLO കൂടി ഒരു പ്രദേശത്ത് അനുവദിക്കണം, അല്ലെങ്കിൽ ജോലി ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികൾ. ഇന്നും BLOമാർ ജോലി ബഹിഷ്കരിച്ചുള്ള സമരത്തിന് തയ്യാറെടുത്തിരുന്നു, സമരം നടത്തിയിരുന്നു. ഇന്നവർ ഈ BLO ജോലി ചെയ്യുന്നില്ല. ഇനി മറ്റു ജീവനക്കാരും, സംസ്ഥാനത്തെ സർക്കാർ സർവീസിലെ മറ്റു ജീവനക്കാരും ഈ വിഷയം ഏറ്റെടുത്ത് അവരും പണിമുടക്കിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പാണ് ജീവനക്കാരുടെ സംഘടനകൾ നൽകുന്നത്. ആദ്യം തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും പ്രധാനപ്പെട്ട ഒരു ആരോപണം വിഷു കാണിക്കാൻ വേണ്ട, ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ഈ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലിക്ക് നിയോഗിക്കുന്നു. പ്രത്യേകിച്ചും ഈ ക്ലറിക്കൽ ജോലിയിൽ അത്ര പരിജ്ഞാനമില്ലാത്തവരാണ്. സ്വാഭാവികമായും ഇതുപോലുള്ള ഒരു സങ്കീർണമായ ജോലികൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് സമ്മർദ്ദമുണ്ടാകും. ഈ അനീഷ് ജോർജിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കിയാലും രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ജോലി പൂർത്തീകരിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്ര ചെറിയൊരു സമയപരിധിക്കുള്ളിൽ ജോലി പൂർത്തീകരിച്ച് നൽകണം എന്ന രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ രാത്രി ഉറങ്ങാൻ പോലും തനിക്ക് കഴിയുന്നില്ല എന്ന് കുടുംബാംഗങ്ങളോട് പറയുന്നു. അർദ്ധരാത്രി സമയത്ത് പോലും ജോലിയെടുക്കുന്ന സാഹചര്യം.
ഇത് അനീഷിൻ്റെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. പല ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും സമാനമായ ഒരു അനുഭവം തന്നെയായിരിക്കും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇത് വലിയ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ, ഈ പ്രതിഷേധം ഇത്രയും ആളിക്കത്തുന്നതോടെ ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടാകുമോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് അധികൃതർ നൽകുന്ന വിവരം? ടോം, എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾക്ക് സാധാരണ സർക്കാർ നിയോഗിക്കുന്നത് അങ്കണവാടി ജീവനക്കാർ, അതുപോലെ ആശാ വർക്കർമാർ എന്നിവരെയാണ്. അവർ സ്വാഭാവികമായ പ്രദേശത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവരാണ്. ഒരു പഞ്ചായത്തിൽ പോയാൽ, ഒരു വാർഡിൽ പോയാൽ അവിടെ ആരൊക്കെയാണ് ആ വീട്ടിലുള്ള ആളുകൾ, എത്ര പേർ അവിടെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേർ വീട് മാറിപ്പോയി, ഏത് പ്രദേശത്ത് താമസിക്കും തുടങ്ങിയ എല്ലാ സമഗ്ര വിവരങ്ങൾ അറിയാവുന്ന ആളുകളാണ് ഏറെക്കുറെ ഈ അങ്കണവാടി ജീവനക്കാരും അതിൽ ആശാ വർക്കർമാരും. അത് വലിയ ജോലി, അവരുടെ ജോലി എളുപ്പമാക്കിയിരുന്നു. വളരെ വേഗത്തിൽ അവർക്ക് ഒരു പ്രദേശത്ത് പോയാൽ അത്തരത്തിൽ കാര്യങ്ങൾ എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ തന്നെ എന്യൂമറേഷൻ വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിവാശി എടുത്തപ്പോൾ സ്വാഭാവികമായും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഒരു പ്രദേശവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് പലയിടത്തും. അവിടെ ഒരുപക്ഷെ ഈ സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തി ഉണ്ടാകാം, നെറ്റിൻ്റെ ഡേറ്റാ സേവനങ്ങളുടെ പരിമിതി ഉണ്ടാകാം. പലപ്പോഴും ഈ വോട്ടർ പട്ടിക നോക്കിയൊക്കെ എടുക്കണമെങ്കിൽ ഡേറ്റാ സേവനങ്ങൾക്ക് വേഗം വേണം, അതുണ്ടാകില്ല. അങ്ങനെ അതിലൊരു വേഗക്കുറവുണ്ടാകാം. ഈ പ്രദേശങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഗ്രാമീണ പ്രദേശങ്ങൾ, മലയോര മേഖലകളിലുമൊക്കെ ഒരു വീട് കഴിഞ്ഞാൽ എത്രയോ ദൂരമായിരിക്കാം അടുത്ത വീട് വരുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള പ്രയാസങ്ങളുണ്ടാകാം. അവിടെ ആളുകൾ പക്ഷേ ജോലിക്ക് പോയിട്ടുണ്ടാകാം. അവരെ വിളിച്ചു വരുത്താനുള്ള സംവിധാനങ്ങളുടെ കുറവുണ്ടാകാം. രാത്രി പോലും എന്യൂമറേഷൻ രാത്രി നടക്കുന്നു എന്ന പേരിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നേതൃത്വത്തിൽ തന്നെ ഒരു സ്ക്വാഡ് ഇറങ്ങി പലപ്പോഴും രാത്രികളിൽ പകൽ ജോലിക്ക് പോകുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തി അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അത്തരം പ്രവർത്തനങ്ങൾക്ക് രാത്രി ആളുകൾക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഒരു പരിധിവരെ എല്ലാ ആളുകളെയും ഏറെക്കുറെയെങ്കിലും അറിയാവുന്നത്. പക്ഷേ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരക്കിലാണ്. അത് BJP രാഷ്ട്രീയ പാർട്ടികൾ ഈ ഉദ്യോഗസ്ഥരോട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊക്കെ പറഞ്ഞതാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ ഇതുകൂടി വന്നാൽ ഒരു കാരണവശാലും ഈ ജോലി സുഖമായി മുന്നോട്ട് പോകില്ല, അവർക്ക് സഹകരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ വലിയ സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനിടയിൽ കൂടിയാണ് ഈ ആളുകൾ ഈ ജോലി ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ തീർച്ചയായും അതാണ് അവർ പ്രധാനമായി BLOമാർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഇതാണ്. അനീഷ്, ഈ അരുൺ, പല വീടുകളിലും ചെല്ലുമ്പോൾ ആളുകൾ ഉണ്ടാകാറില്ല. ഇനി ആളുകൾക്ക് ഈ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ച് പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ പരിഹരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത്തരം ഈ ക്ലറിക്കൽ ജോലികൾ ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിജ്ഞാനക്കുറവ്, അങ്ങനെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇവർക്കുള്ളത്. പക്ഷെ എന്തായാലും ഈ അനീഷിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ ഇന്ന് ഈ ജോലി ബഹിഷ്കരിച്ചുകൊണ്ടാണ് BLOമാർ ഇന്ന് പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധം തുടരുമോ അതോ ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമായിരുന്നോ? ഇതൊരു സൂചനാ പണിമുടക്ക് തന്നെയാണ്, സൂചനാ സമരം തന്നെയാണ് അവർ നടത്തിയത്. എല്ലാ ദിവസവും ഇത് മാറിലെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏൽപ്പിച്ച മറ്റ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാരിന് പോലും ഉദ്യോഗസ്ഥരെ ആ രീതിയിൽ പിന്നീട് സംരക്ഷിക്കാൻ കഴിയില്ലെന്നൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഈ സമരം ഇനിയും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ, ജില്ലാ കളക്ടർമാർ വിളിച്ച യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ മറ്റ് ജീവനക്കാരുടെ സംഘടന കൂടി രംഗത്തേക്ക് ഇറങ്ങും. അവർ കൂടി പണിമുടക്ക് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ മറ്റ് സർവീസുകൾ നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് പോകും. അല്ലാതെ പോംവഴികളില്ല എന്നാണ് ഇപ്പോൾ ജീവനക്കാർ പറയുന്നത്. ഈ യോഗത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർ നൽകിയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും അടക്കമുള്ളവർ കൂടി ഇറങ്ങിയാൽ ഒരുപക്ഷെ അത് വലിയ സമരമായി മാറും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണു തുറപ്പിക്കും. അവർ കൃത്യമായ ഒരു ടാർഗറ്റ് ഡിസംബർ 9 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. ആ ദിവസം ഈ വോട്ടർ പട്ടിക ഇറക്കുന്ന ആവശ്യം കൂടി സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുന്നോട്ട് വെച്ചു. അതുപോലും ഇതുവരെ പരിഗണിക്കപ്പെട്ടില്ല. അത്തരം പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടേതായ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. കൃത്യസമയത്തിനുള്ളിൽ തന്നെ എന്യൂമറേഷനും SIR പൂർത്തിയാക്കുമെന്ന നിശ്ചയദാർഢ്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവിടെയൊക്കെ ഈ പരിമിതിയും ജീവനക്കാർ അതിസമ്മർദ്ദവും അധിക ജോലിയും ചെയ്യേണ്ട അവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം എന്നതിനനുസരിച്ചിരിക്കും ഈ വിഷയത്തിലെ തുടർ നീക്കങ്ങൾ. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ SITയുടെ പരിശോധന, സന്നിധാനത്താണ് പരിശോധന നടക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. വിനോദ്, ഇവിടെ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ഈ SITയുടെ പരിശോധനയും അന്വേഷണവും നടക്കുന്നത്. ഇപ്പോഴെന്താണ്, ഇപ്പോഴും SITയുടെ പരിശോധന അവിടെ തുടരുകയാണോ? ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇപ്പോൾ സന്നിധാനത്ത് ശ്രീകോവിലിന് മുന്നിലാണ് SIT സംഘത്തിന്റെ പരിശോധന തുടരുന്നത്.
വശങ്ങളിലെ പാളികൾ അഴിച്ചെടുത്തു. അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും ഇപ്പോൾ അഴിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ അന്വേഷണ സംഘം ഇവിടെ എത്തിയിരുന്നു. ആദ്യം രേഖകളാണ് പരിശോധിച്ചത്. തുടർന്നാണ് ഇന്നിപ്പോൾ ഈ വൃശ്ചിക 1-ന് പരിശോധനയുമായി ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയായിരുന്നു. സാധാരണ ഗതിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വൃശ്ചിക 1-ന് ഇത്രയും ഭക്തർ ഇവിടേക്ക് എത്തുന്ന ഒരു രീതിയില്ല. പക്ഷേ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 1 മണിയോടുകൂടി പരിശോധന ആരംഭിച്ചു. ആ സമയത്ത് ദർശനം നടക്കുന്നുണ്ടായിരുന്നു. 1 മണിക്ക് മുൻപ് തന്നെ 12:50 തന്നെ ഈ പരിശോധനകൾ ആരംഭിച്ചു. ആ സമയത്ത് ദർശനത്തിനുള്ള സമയമായിരുന്നു. പക്ഷെ ഭക്തർക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിലാണ് ശ്രീകോവിലിന് പുറത്ത് ഈ പരിശോധനാ നടപടികൾ പുരോഗമിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ SP-യുടെ നേതൃത്വത്തിലുള്ള SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തുകയായിരുന്നു. പല ടീമുകളായാണ് എത്തിയത്. അതിൽ തന്നെ ഈ ശില്പങ്ങളിൽ പതിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് പല വശങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളതുമായ പാളികൾ അഴിക്കുന്നതിനുള്ള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. അവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പാളികൾ അഴിച്ചിട്ടുള്ളത്. ഇത് തുടർന്ന് ഇതിന്റെ ഭാരം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കണം. അതിനുശേഷം ഇതിന്റെ ഭാരം ഉറപ്പുവരുത്തണം. ഇതിന്റെ ക്വാളിറ്റി, അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴുള്ള സ്വർണമാണോ തിരികെ സ്ഥാപിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ നടപടിയുടെ ഭാഗമായി ഉള്ളത്. അതേസമയം മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ ഈ പാളികൾ എവിടെയൊക്കെ പോയി, ആരുടെയൊക്കെ അനുമതിയോടെയാണ് ഈ പാളികൾ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. പല ഘട്ടങ്ങളിലായുള്ള പരിശോധനകളാണ്. ചില സമ്പന്നരുടെ വീടുകളിൽ ഈ പാളികൾ കൊണ്ടുവച്ചു എന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നമ്മൾ ഇപ്പോഴത്തെ നടപടികളെ നോക്കിക്കാണേണ്ടതുണ്ട്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യത്തിലേക്ക് പോവുകയാണ്. ED ആകട്ടെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടാണ് EDയുടെ നീക്കം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളിലേക്ക് ഈ അന്വേഷണം എത്തിയാൽ അത് ഇടത് മുന്നണിക്കുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല. ഇതിന്റെ അപകടം ഇടത് കേന്ദ്രങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. തുടർന്നാണ് SITയുടെ അന്വേഷണത്തെ കുറിച്ചുള്ള നമ്മൾ വിലയിരുത്തൽ കൂടി നടത്തേണ്ടത്. കാരണം കോടതി മുമ്പാകെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാരണം അറസ്റ്റുകൾ കൃത്യമായി നടന്നു കഴിഞ്ഞു. അത് N വാസു അടക്കം, ഉണ്ണികൃഷ്ണൻ പൊറ്റി അടക്കം, മുരാരി ബാബു അടക്കമുള്ളവരുടെ 5 അറസ്റ്റുകൾ ഉണ്ട്. A പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു മെല്ലെപ്പോക്ക് ഈ കേസിൽ ഇല്ല എന്നത് കൃത്യമായി കോടതിയെ ധരിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും. മാത്രമല്ല ഇന്നത്തെ പരിശോധനയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ പാളികൾ ഇവിടെ സ്ഥാപിച്ചത്. അതായത് ഇവിടെ നിന്ന് നവീകരണത്തിന് കൊണ്ടുപോവുകയും നട തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പാളികൾ ഇവിടെ സ്ഥാപിച്ചത്. ആ പാളികളാണ് ഇപ്പോൾ അഴിച്ചുള്ള പരിശോധന അന്വേഷണ സംഘം നടത്തുന്നത്. ഇത് വലിയ മാനങ്ങൾ ഉള്ളതാണ്. കാരണം 2009 വിജയ് മല്യ ശബരിമലയ്ക്ക് സ്വർണ്ണപ്പാളികൾ ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മഹസറിൽ ഉണ്ടായിരുന്ന ഒരു പിഴവ് സ്വർണം പൂശി എന്നതാണ്. പക്ഷെ ഇത് സ്വർണം പുതിയലായിരുന്നു. ചെമ്പുപാളികൾക്ക് മുകളിൽ സ്വർണത്തിന്റെ മറ്റ് പാളികൾ, സ്വർണത്തിന്റെ തകിട് അടിച്ചുറപ്പിക്കുകയാണ്. അതായത് ഒരു ലെയർ സ്വർണമാണ് പുറത്തു വരുന്നത്, അതിനടിയിലുള്ള മറ്റൊരു ലെയറായി ചെമ്പ് ഉണ്ട്. അവിടെ നിന്നാണ് ഇവിടെ ഈ മഹസറിൽ പിന്നീട് കൃത്രിമം ഉണ്ടാകുന്നത്. അതിൽ എഴുതി ചേർത്തത് ചെമ്പുപാളികൾ വീണ്ടും സ്വർണം പൂശിയതിലെ പോരായ്മകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിലെ തേയ്മാനം പരിഹരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി എന്ന് മഹസർ രേഖപ്പെടുത്തിയത്. ഇതെല്ലാം തന്നെ കൃത്യമായ ആസൂത്രണത്തോടെ ആയിരുന്നു എന്ന കാര്യം. അങ്ങനെയെങ്കിൽ വിനോദ്, എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ ഉന്നത തലത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കൂടി സംശയിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ SITയുടെ ഈ പരിശോധന അതിനിർണായകമാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിശോധന? കാരണം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശ്രീകോവിലിൻ്റെ വലതുഭാഗത്തെ പാളികളും നീക്കം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷം ഇവ തിരികെ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമോ? ടോം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാളികൾ അഴിച്ച് ഇതിന്റെ ഒരു ഭാരം പരിശോധിക്കുക എന്ന നടപടിയാണ് ആദ്യത്തേത്. തുടർന്ന് ഈ പാളികൾ കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ പ്യൂരിറ്റി പരിശോധിക്കുക എന്നതുണ്ട്. ആദ്യം ഇവിടെ സംഭാവനയായി ലഭിച്ച സ്വർണം തന്നെയാണോ അക്കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൽ എത്രമാത്രം കുറവുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കാരണം ഈ നടപടികൾ കൈകാര്യം ചെയ്ത സ്മാർട്ട് ക്രിയേഷന്റെ ഏറ്റവും ഒടുവിൽ അവിടുത്തെ ഉടമയുടെ ഉൾപ്പെടെ വെളിപ്പെടുത്തൽ വന്നത് ഇതിൽ നിന്ന് ഈ നവീകരണത്തിന് കൊണ്ടുവന്നതിൽ നിന്ന് സ്വർണം ഉരുക്കി പെട്ടിയിലാക്കി കൊണ്ടുപോയി എന്ന മൊഴിയാണ് പിന്നീട് നൽകിയത്. അതായത്
കൃത്രിമത്വം നടന്നു, കൊള്ള നടന്നു എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതിൽ ആർക്കൊക്കെ ഇടപെടലുണ്ട്, ആരൊക്കെ അതിന്റെ പങ്കുപറ്റി എന്നതാണ് ഇനി അറിയാനുള്ളത്. കാരണം കൊള്ളയെക്കുറിച്ച് ഇതിൽ യാതൊരുവിധ സംശയവുമില്ല. കൊള്ള നടന്നു എന്നത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. ഇത് പല സമ്പന്നരുടെ വീടുകളിൽ കൊണ്ടുവച്ചു. അതിനുള്ള അനുമതി ആര് നൽകി? ഈ സുരക്ഷയില്ലാതെ ഇത്രയും അമൂല്യമായ വസ്തുക്കൾ ഇവിടെ നിന്ന് എങ്ങനെ ഒരു ഇന്നോവ കാറിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു? എറണാകുളത്തും ചെന്നൈയിലും ബാംഗ്ലൂരും അടക്കം പലരുടെ വീടുകളിലായി ഇത് എങ്ങനെ എത്തി? അവിടെ കൊണ്ടുവയ്ക്കാൻ ഇത്രയും ഈ 58 ദിവസത്തെ ഒരു ദൈർഘ്യം എടുക്കുന്നത് നവീകരിച്ച് കൊണ്ടുവരുന്നതിന്. അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ ഇതെല്ലാം എവിടെയാണ് പോയത്, എവിടെയൊക്കെ കൊണ്ടെത്തിച്ചു തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ അറസ്റ്റുകളുടെ പ്രാധാന്യം. എൻ വാസുവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റ് നടപടികൾ ഉന്നതങ്ങളിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അവിടെ അവരുടെ മൊഴികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. മഹസറിൽ വ്യാജമായ കാര്യങ്ങൾ എഴുതി ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് വ്യക്തമാകണം. ഈ തെറ്റായ വിവരങ്ങൾ എഴുതിയിട്ടും അതിനെ എന്തുകൊണ്ട് ഈ ഉന്നതങ്ങളിൽ ഉണ്ടായിരുന്നവർ എതിർത്തില്ല? അതിനുള്ള മറുപടി ലഭിക്കണം. ഇത്തരം ഒട്ടനവധി കാര്യങ്ങളും ചോദ്യങ്ങളുമാണ് അവശേഷിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം, സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം സർക്കാർ നേരിടേണ്ടി വന്നിരുന്നു. അതിനെല്ലാം തന്നെ ഒരു അതിന്റെയൊക്കെ പരിഹാര നടപടി എന്ന നിലയ്ക്ക് പോലും അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയ എതിരാളികൾ വ്യാഖ്യാനിച്ചു. അങ്ങനെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായി. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി വന്നത് സർക്കാർ നേരത്തെ ചെയ്ത ചെയ്തികളിൽ നിന്ന് പിന്നാക്കം പോകുന്നു. ശബരിമലയ്ക്ക് ആഗോള പ്രശസ്തി ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, ദേവസ്വം ബോർഡ് അങ്ങനെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു പ്രതീതി ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ടായ സമയം. ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന് താഴെയുള്ള പീഠം കാണാനില്ല, ഒരു പീഠത്തിന്റെ കുറവുണ്ട് എന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ഈ വെളിപ്പെടുത്തലിന്റെ അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത് ആർക്കു വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതെന്ന ചോദ്യം തന്നെ ആദ്യം ഉയർന്നു വന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയതോടുകൂടി അത് ഉണ്ണികൃഷ്ണന്റെ ഒരു ഗൂഢാലോചനയായി സർക്കാർ കേന്ദ്രങ്ങൾ വിലയിരുത്തുകയും അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ശബരിമലയിൽ നിന്ന് ഈ സന്നിധാനത്ത് ശ്രീകോവിലിൽ നിന്ന് സ്വർണ്ണപ്പാളികളടക്കം പുറത്തേക്ക് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവരമാണ് വെളിയിൽ വന്നത്. എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന ചോദ്യം അവശേഷിച്ചുകൊണ്ട് ഒരു സഹായിയായി കടന്നുകൂടിയ ആളാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ കീഴ്ശാന്തി പോലും ആയിരുന്ന ആളല്ല. ഇവിടെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി എത്തിയ വ്യക്തിയാണ്. പിന്നീട് ശബരിമലയിൽ സർവ്വസ്വത്തും കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക്, ശ്രീകോവിലിന്റെ സാധനങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് മാറിയത്. അതിന് ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയുമോ എന്ന ചോദ്യമാണ്. സഹായവും ഇല്ലാതെ കീഴ്ശാന്തിയുടെ സഹായിയായി, പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും യോഗ്യത ഇല്ലാതെ വന്ന ഒരാൾ ഇവിടെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും അവിടെ ഈ ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ പാളികളും ഒക്കെ തന്നെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഒരു വമ്പനായി മാറിയത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് തേടുന്നത്. അവിടെയാണ് ഈ അന്വേഷണത്തിന്റെ പ്രസക്തി. SITയുടെ അന്വേഷണം വളരെ വേഗത്തിലുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഈ ചോദ്യം ചെയ്യലിനൊക്കെ 2 or 3 തവണ നോട്ടീസ് കൊടുത്തിട്ടും എത്താതിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പത്മകുമാറിനോടാണ് ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പത്മകുമാർ പല കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ SIT മുഖവിലേക്കെടുക്കുകയോ അങ്ങനെ എന്തായാലും നിർണായക നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. കാരണം ഏതൊക്കെ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, ഇക്കാര്യങ്ങളിലാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും നാളെ ജയശ്രീയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും തീരുമാനമുണ്ടാകും. അതായത് ചൊവ്വാഴ്ച വരെ അതായത് നാളെ വരെയും അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. നാളെയാണ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയുക. അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെ അറസ്റ്റും, അതായത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അറസ്റ്റിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങിയേക്കാം. കൊച്ചിയിൽ റോഡരികിൽ കിടന്നുറങ്ങിയ ആളെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചിയിൽ റോഡരികിൽ കിടന്നുറങ്ങിയ ആളെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം.
പിറമ സ്വദേശി ജോസഫിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കടവന്ത്രയിലാണ് സംഭവം. പോക്കറ്റിൽ നിന്ന് പണം കവർന്നത് ചോദ്യം ചെയ്തതിനാണ് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കൊച്ചി സ്വദേശി ആൻഡപ്പനെ പോലീസ് പിടികൂടി. 50% പൊള്ളലേറ്റ ജോസഫ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നു? പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കടവന്ത്ര ഭാഗത്ത് വെച്ച് കടവന്ത്ര സഹോദരൻ അയ്യപ്പൻ റോഡിൽ, അതായത് മെട്രോ പില്ലറുകൾക്ക് താഴെ, അതിൻ്റെ താഴെയുള്ള ഭാഗത്ത് നിരവധിയായ ആളുകൾ കിടന്നുറങ്ങുന്ന ഒരു രീതിയെല്ലാം തന്നെയുണ്ട്. പലപ്പോഴും തെരുവിൽ അലയുന്നവരാണ് കൂടുതലായും ആ രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിരുന്നു. അത് ചോദ്യം ചെയ്താണ് പ്രകോപനത്തിനിടയാക്കിയതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആൻഡപ്പൻ ഇയാളുടെ ദേഹത്തേക്ക്, ജോസഫ് മാത്യു എന്ന് പറയുന്ന ആളുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തുടർന്ന് തീ കൊളുത്തുകയും എല്ലാം ചെയ്തത്. ഏതാണ്ട് 50%-ലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാളെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആൻഡപ്പനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, ക്രിമിനൽ സ്വഭാവമുള്ളവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതിനിടയിൽ ഈ നഗരത്തിൽ ഇങ്ങനെ അലിഞ്ഞ് കഴിയുന്നവർ, ഒപ്പം തന്നെ കടത്തിണയിലും ഇതുപോലെ തന്നെ മെട്രോ പില്ലറുകൾക്ക് കീഴെയുമെല്ലാം കിടന്നുറങ്ങുന്നവർ, ഇവരിൽ പലരിലും ക്രിമിനൽ സ്വഭാവമുള്ളവരും പല കേസുകളിലെല്ലാം പ്രതിയുമായിട്ടുള്ളവരുമെല്ലാം ഈ കൊച്ചിയിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നതെല്ലാം തന്നെ നേരത്തെയും പോലീസ് കണ്ടെത്തിയിരുന്നതാണ്. ചിലപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങളിൽ നടപടിയുമെല്ലാം തന്നെ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവർ ചില കാര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ മുൻവൈരാഗ്യങ്ങളും രാത്രി ഉണ്ടാവുന്ന ഈ കശപിശയും തന്നെ ഇത്തരം ആക്രമണ സംഭവങ്ങളിലാണ് പലപ്പോഴും ചെന്ന് അവസാനിച്ചിട്ടുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുപോലെ വഴിയിൽ കിടന്നുറങ്ങുന്നവർ തമ്മിൽ ബഹളമുണ്ടാവുകയും ഇപ്പോൾ തീ കൊളുത്തുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരൊരു പശ്ചാത്തലം സംബന്ധിച്ചാണ്, ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ സ്വഭാവവും അത്തരം കാര്യങ്ങളും അവരുമായിട്ട് ബന്ധമുള്ളവരാണോ, യഥാർത്ഥത്തിൽ ഈ പൈസ. സമാനമായിട്ടുള്ള നിരവധി അക്രമ സംഭവങ്ങൾ, കൊലപാതകങ്ങളൊക്കെ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. കാരണം നിസ്സാര തർക്കത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ചും ചെറിയ സാമ്പത്തിക തർക്കത്തിൻ്റെ പേരിലൊക്കെ വഴിയരികിൽ അല്ലെങ്കിൽ കടത്തിണ്ണകളിൽ കടന്നുറങ്ങുന്നവർ തമ്മിൽ സംഘർഷമുണ്ടാകുന്നു, അത് കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ ആൻഡപ്പൻ്റെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആൻഡപ്പൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇത്തരം ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ആൻഡപ്പൻ? അതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഇയാള് വലിയ രീതിയിൽ, കാര്യമായ രീതിയിലുള്ള ഒരു പശ്ചാത്തലമില്ല എന്നാണ് പോലീസ് പറയുന്നതെങ്കിലും അത് ഇയാളുടെ പറച്ചിൽ മാത്രമാണ്. പോലീസ് കാര്യമായത് അന്വേഷിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് തീ കൊളുത്താനുള്ള മാനസിക നിലയെല്ലാം ഉള്ള ആളുകൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. അപ്പോൾ ആ രീതിയിലൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ളൊരു കേസുകൾ കേരളത്തിലോ മറ്റെവിടെയെങ്കിലും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. ആൻഡപ്പൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്താണ്, ഇവിടെ എത്താനുള്ളൊരു സാഹചര്യവും മറ്റു കാര്യങ്ങളും എന്താണെന്നത് പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയൊന്നും കാര്യത്തിൽ പോലീസ് എടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണമെന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിൽ നിന്ന് വന്ന കൊച്ചി താവളമടിക്കുന്നവർ പലരും തന്നെ, ക്രിമിനൽ സ്വഭാവമുള്ളവർ പലരും തന്നെയുണ്ട്. അപ്പോൾ അതിലുള്ളതാണോ, അവരുടെ ഒരു സഹവർത്തിയാണോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. ഏതായാലും ഇയാൾ 50%-ലധികമാണ് ഈ ജോസഫ് മാത്യുവിനെ പൊള്ളലേറ്റിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ ആശുപത്രിയിലെ നില അത് പരിശോധിക്കുന്നു. മറ്റ് ബന്ധുക്കൾ സംബന്ധിയായ കാര്യങ്ങളിലും എല്ലാം തന്നെ അന്വേഷണം പോലീസ് നടത്തുന്നു. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലാണ് പൊതുസ്ഥലത്ത് കിടന്നുറങ്ങുകയായിരുന്ന, റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്ന പിറമ സ്വദേശി ജോസഫിന് നേരെ ആക്രമണമുണ്ടായത്. കേസിലെ പ്രതി ആൻഡപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
കൊല്ലം കൊട്ടാരക്കരയിൽ സമയക്രമം പാലിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചു. കൊട്ടാരക്കര ചന്തമുക്കിലായിരുന്നു സംഭവം. ദൃശ്യങ്ങൾ പുറത്തായതോടെ കൊട്ടാരക്കര പോലീസ് ജീവനക്കാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇത് നട റോഡിലാണ് രണ്ട് ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. എന്താണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാരണം? ടോം, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണി കൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സംഭവത്തിന് ആധാരം നടക്കുന്നത്. 2 ബസ്സിലെ ജീവനക്കാരാണ് ഈ ദൃശ്യങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. ഒന്ന് ഉപാസന ബസ്സിലെ ജീവനക്കാരൻ, മറ്റത് മൂൺലൈറ്റ് എന്ന ബസ്സിൻ്റെ ജീവനക്കാരനും റൂട്ടും മാനേജറുമാണ്. ഇവർ തമ്മിൽ ഈ സമയത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ് വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. നട റോഡിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ്. നമുക്ക് വ്യക്തമാണ്, അവരുടെ മുഖത്ത് ഒരാൾ ഇടിക്കുന്നു, മറ്റൊരാൾ ചെറുക്കുന്നു, അതുപോലെ തന്നെ ചെറുത്ത ആൾ വീണ്ടും അയാളെ മർദ്ദിക്കുന്നു. ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ നട റോഡിൽ ഏറ്റുമുട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ടോം, എന്തായാലും ഇരുവരെയും പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ കൊട്ടാരക്കര ഓയൂർ റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ് രണ്ടും. ഒന്ന് മൂൺലൈറ്റ് എന്ന ബസ്, മറ്റൊന്ന് ഉപാസന ബസ്. ഈ ബസ്സിലെ ജീവനക്കാരാണ് നട റോഡിൽ ഇങ്ങനെ ഏറ്റുമുട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പോലീസ് വിളിക്കുകയും താക്കീത് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടുകൂടി പോലീസ് ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. ടോം, യെസ്, അങ്ങനെങ്കിൽ ജീവനക്കാരുടെ അറസ്റ്റ് ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഇവർ സംഘം ചേർന്ന് ഒരു ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതും മറ്റ് യാത്രക്കാർ നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവം. സമാനമാണോ ഈ സ്ഥലത്തെ സാഹചര്യം? കാരണം ഈ ബസ് ജീവനക്കാർ തമ്മിലും നമുക്കറിയാം, കേരളത്തിലെ പൊതുനിരത്തുകളിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അല്ലെങ്കിൽ മത്സര ഓട്ടം, അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുന്ന പല സംഭവങ്ങൾ, അപകടത്തിലേക്ക് വരെയും വഴിവെക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കാണാറുള്ളതാണ്. ഇവിടെ ഈ പ്രദേശത്ത് പതിവായി ബസ്സുകൾ തമ്മിൽ ഇത്തരം തർക്കവും ഏറ്റുമുട്ടലൊക്കെ ഉള്ളതാണോ വിനീഷ്? തീർച്ചയായും ടോം, ജില്ലയിൽ മൊത്തത്തിലുള്ളൊരു സംഭവമാണ് ഇത്. ഈ റൂട്ട് ഓടുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും നിരവധി റൂട്ടിലേക്കാണ് ബസ്സുകൾ ഓടാറുള്ളത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് റൂട്ട് മാനേജർമാരെ ഇവർ നിയമിച്ചിരിക്കുന്നത്. ഈ റൂട്ട് മാനേജറുമായിട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. പലയിടത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇവർ സ്റ്റേഷനിൽ പോകുമ്പോൾ ഇവർ രമ്യതയിൽ തന്നെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതലുള്ള നടപടിക്രമങ്ങളിലേക്കൊന്നും നീങ്ങാത്തത്. കാരണം ഇവരുടെ ഈ ബസ്സിനെ, ഈ സ്വകാര്യ ബസ്സുകളെ ഇത് ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ബാധിക്കും എന്നതുകൊണ്ടാണ് ഇവർ ഈ മറ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നില്ല, പരാതി പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം വീണ്ടും ഇതേ സമാനമായ കേസുകൾ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഗൗരവമുള്ള ഒരു വിഷയം, കുട്ടികൾ, ഈ സ്കൂൾ വിട്ട് നിൽക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മറ്റ് യാത്രക്കാർ, ഇവരെല്ലാം നോക്കി നിൽക്കുകയാണ് പരസ്പരം അസഭ്യം പറയുകയും ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്തത്. ഇത് നടു റോഡിൽ ഏറ്റുമുട്ടുന്നത്, ഗുണ്ടാ സംഘങ്ങളെ പോലെ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടുന്നത് അങ്ങേയറ്റം ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ്. കൃത്യമായൊരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. സമീപത്തുള്ള കടക്കാരിൽ നിന്നെല്ലാം പോലീസ് മൊഴികൾ ശേഖരിക്കുന്നത് എപ്പോഴായിരുന്നു? കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. കേട്ടോ, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നോക്കിയത്. കോഴിക്കോട് മുക്കത്ത് യുവാക്കൾക്ക് നേരെ ആക്രമണം. 5 അംഗ സംഘമാണ് ആക്രമിച്ചത്. എന്നാൽ ഇവരെ മുൻപരിചയമില്ലെന്നും ആളുമാറി മർദ്ദിച്ചതാണോ എന്ന് സംശയിക്കുന്നതായും യുവാക്കൾ പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, യുവാക്കളെ ഒരു 5-അംഗ സംഘം വാഹനത്തിലെത്തി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ കാരണം മനസ്സിലായിട്ടുണ്ടോ? പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഇതിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല. കൊടിയത്തൂർ പഞ്ചായത്ത് പന്നിക്കോട് ചെറുവാടി റോഡിലെ അല്ലൂർ കുഴിമന്തി എന്ന കടയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ശനിയാഴ്ച രാത്രി 10:45 ഇത്തരത്തിൽ ഈ സംഘർഷം ഇവിടെ നിന്നും ഉണ്ടാവുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു സംഘം ആളുകൾ എത്തുകയും ഇവരെ മർദ്ദിക്കുകയും ചെയ്യുന്നത്. ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്താണ് പ്രകോപനത്തിന് കാരണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് ഈ യുവാക്കൾ പറയുന്നത്. ഈ ബൈക്കിലെത്തിയ 5-അംഗ സംഘമാണ് അക്രമം നടത്തിയത്. 5 പേരായിരുന്നു ഈ ബൈക്കിൽ ഉണ്ടായിരുന്നത് എന്ന് യുവാക്കൾ പറയുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ പ്രകോപനം എന്നതിനെ കുറിച്ച് തങ്ങൾക്കറിയില്ല. തങ്ങളെ അറിയുമോ എന്ന് ചോദിച്ചാണ് മർദ്ദനം. തനിക്കൊക്കെ ഞങ്ങൾ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചാണ് മർദ്ദനം നടന്നതെന്ന് യുവാക്കൾ പറയുന്നുണ്ട്. യുവാക്കളുടെ തലയ്ക്കും കാലിനും ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്തിരിക്കുന്നു. എന്താണ് സംഭവം എന്നതിനെ കുറിച്ച് പോലീസ് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ആളുമാറിയാണോ ഇത്തരമൊരു മർദ്ദനം ഉണ്ടായത് എന്ന സംശയം അനീഷ്, ഇതിൽ കൊട്ടേഷൻ ആക്രമണമായിരുന്നു. കാരണം സാധാരണ ഈ രീതിയിൽ കൊട്ടേഷൻ ആക്രമണങ്ങളിലാണ് ഈ ആളുമാറിയുള്ള മർദ്ദനമൊക്കെ ഉണ്ടാകാറുള്ളത്. പോലീസിന് പ്രതികളെ കുറിച്ച്, പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങളിൽ ഈ ആക്രമണം നടത്തിയവരെ കണ്ടാൽ വ്യക്തമാകും. പോലീസിന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വ്യക്തമായ ദൃശ്യങ്ങൾ തന്നെ ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ പ്രതികളിലേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നത് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ഇനി മറ്റെന്തെങ്കിലും കാരണം, അതായത് ഈ യുവാക്കളിൽ ഏതെങ്കിലും ആളുകളുമായി ഈ പ്രതികൾക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ, അത് തീർക്കാനായി എത്തിയ ശേഷം അറിയാത്ത ആളുകളെ കൊട്ടേഷനായി അയച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും തനിക്കൊക്കെ ഞങ്ങൾ ആരെന്ന് അറിയുമോ എന്ന് ചോദിച്ച് മർദ്ദിക്കുകയാണെന്നാണ് യുവാക്കൾ പറയുന്നത്. അതുകൊണ്ട് എന്തോ കാര്യം ഇവരെ അറിയിക്കാനുണ്ട്, അല്ലെങ്കിൽ ആരോ പറഞ്ഞ കാര്യം ഇവരെ അറിയിക്കുക എന്ന ലക്ഷ്യം വെച്ചാവാം ഒരു പക്ഷേ ഈ സംഘം എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പലപ്പോഴും ഇത്തരത്തിൽ ഈ മുക്കം, താമരശ്ശേരി പോലുള്ള കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മേഖലകളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കുഴൽപ്പണ ഇടപാടുകാരും മറ്റ് കഞ്ചാവ് സംഘർഷങ്ങൾ പതിവാണ്. ഒപ്പം ഈ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ അർദ്ധരാത്രിയോടൊക്കെ ചേർന്ന് വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകളുമായും അല്ലെങ്കിൽ മറ്റ് ഈ അനധികൃത ഇടപാടുകളുമായി ബന്ധപ്പെട്ടവരൊക്കെ രാത്രി ഈ വഴിയിൽ സഞ്ചരിക്കാറൊക്കെ ഉണ്ട്. അവരും പലപ്പോഴും ഇത്തരം സംഘർഷങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഹോട്ടൽ ഉടമകൾക്കും ജീവനക്കാർക്കും ഒക്കെ പോലും പലപ്പോഴും സംഘർഷമേൽക്കുന്ന സാഹചര്യം ഇത്തരം ഇടങ്ങളിൽ ഉണ്ടാവും. കാരണം മദ്യ ലഹരിയിലാവും ഇവർ എത്തുക, ഇവർ ചോദിക്കുന്ന ഭക്ഷണ വസ്തു കൊടുക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാതെ വരുമ്പോഴൊക്കെ പലപ്പോഴും പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയും തർക്കം ഉണ്ടാവുകയും ഒക്കെ ഈ റോഡുകളിൽ പതിവാണ്. പലപ്പോഴും ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇത്തരത്തിൽ എന്തെങ്കിലും വാക്കുതർക്കം ഈ ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായോ എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രം ഈ യുവാക്കൾ നൽകുന്നില്ല. പക്ഷെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഈ ഹോട്ടലിൽ നിന്നും ഈ യുവാക്കൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കൃത്യമായ ആസൂത്രണത്തോടുകൂടി എത്തിയ സംഘം അവരുമായി പരസ്പരം ഒന്നും തള്ളും ഉണ്ടാക്കിയ ശേഷം കയ്യേറ്റം നടത്തുന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. എന്തായാലും യുവാക്കൾ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇവരെ പരിചയമില്ലാത്ത ആളുകളാണ്, മുൻപ് കണ്ടിട്ടുള്ള ആളുകളല്ല, അതുകൊണ്ട് ആള് മാറി ചെയ്തതാവാം എന്ന ഒരു കണക്കൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുള്ളതുകൊണ്ട് പ്രതികളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും എന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ആള് മാറി മർദ്ദിച്ചതാണ് എന്ന സംശയമാണ് പ്രതികൾക്ക് ഈ മർദ്ദനം ഏറ്റവർക്കുള്ളത്. മുക്കം പോലീസിൽ ഇത് സംബന്ധിച്ച് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ദൃശ്യങ്ങളടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ പെൺകുട്ടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ്. പ്രതിയെ രാവിലെ 11 മണിയോടെ റെയിൽവേ പോലീസ് തെളിവെടുപ്പിനായി വർക്കലയിൽ എത്തിച്ചു. വർക്കല റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ആദ്യം പ്രതിയെ എത്തിച്ചത്. തുടർന്ന് അയന്തി പാലത്തിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലും തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി അഭിലാഷ്.
ആറ്റിങ്ങിൽ ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ തെളിവെടുപ്പ് പൂർത്തിയായോ? അപ്പം ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടിയാണ് പ്രതിയായ സുരേഷ് കുമാറിനെ തെളിവെടുപ്പിന് വേണ്ടി വർക്കലയിൽ എത്തിച്ചത്. വർക്കലയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ട്രെയിൻ വന്ന ദിശ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് റെയിൽവേ പോലീസ് ചോദിച്ചത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിട്ട ആ ഭാഗത്ത് അയന്തി പാലത്തിന് സമീപത്ത് ഈ പ്രതിയെ എത്തിച്ച ശേഷം ഈ ഭാഗം ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യങ്ങളും മറ്റും ചോദിച്ചു. എന്നാൽ ഇരുട്ടായിരുന്നത് കൊണ്ട് ഇതൊന്നും വ്യക്തമായിരുന്നില്ല എന്നുള്ള മറുപടിയാണ് പ്രതി നൽകിയത്. അതിനുശേഷമാണ് വർക്കലയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. യെസ്, ഈ തെളിവെടുപ്പിൽ ഇതെങ്ങനെയാണ് ഇയാൾ മർദ്ദിച്ചത്, അത്തരം മറ്റു കാര്യങ്ങൾ, കാരണം ഈ ശ്രീകുട്ടിയുടെ ഒരു കൂട്ടുകാരിയെയും തള്ളിയിടാൻ ശ്രമിച്ചിരുന്നല്ലോ. ഇന്നലെയാണ് ആ തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ ആ കൂട്ടുകാരിയെ കൈപിടിച്ച് രക്ഷിച്ച ബീഹാർ സ്വദേശിയെ കണ്ടെത്താൻ കഴിഞ്ഞതൊക്കെ ആ കേസിലൊരു പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ്. ഇനി കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി ഇതിൽ എന്തൊക്കെ നടപടികളായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? അഭിലാഷ്. തീർച്ചയായിട്ടും ടോം, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് തെളിവെടുപ്പ് ആദ്യം നടന്നത്. അതിനുശേഷമാണ് ഇന്ന് വർക്കലയിലേക്ക് എത്തിയത്. വർക്കലയിലെ തെളിവെടുപ്പോട് കൂടി ഇത് ഏകദേശം പൂർത്തിയായി എന്നതിൽ തന്നെയാണ് പോലീസ് അറിയിച്ചത്. ഇനി ഈ കേസുമായി സംബന്ധിച്ച CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് സംബന്ധിച്ച് അത് മറ്റേ ഉള്ള ഒരു തെളിവ് ശേഖരിക്കലും തുടർന്ന് കോടതിയിലേക്ക് കേസ് കൈമാറലായിരിക്കും നടക്കുക. ടോം. യെസ്, ഈ കേസിൽ നിലവിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സാക്ഷികൾ? കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ബീഹാർ സ്വദേശി, അതായത് ആ ചുവപ്പ് ഷർട്ടിട്ട ആളെ കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം ആരുടെയും പ്രശംസയൊന്നും പിടിച്ചു പറ്റാതെ, കയ്യടി വാങ്ങാതെ ഇയാൾ, അതായത് ഈ സഹായിച്ച വ്യക്തി, ഈ പ്രതിയെ പിടികൂടാൻ നിർണായക പങ്ക് വഹിച്ച സാക്ഷി ബീഹാർ സ്വദേശി കടന്നു കളയുന്നൊരു സാഹചര്യമുണ്ടായി. ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ്. ഈ കേസിൽ നിലവിൽ മറ്റാരൊക്കെയാണ് സാക്ഷികളായിട്ടുള്ളതും? ടോം, ഈ കേസിൽ പ്രധാനമായും സാക്ഷിയായിരിക്കുന്നത് ഈ ശ്രീകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന തന്നെയാണ്. അർച്ചനയാണ് ഈ പ്രതിയെ തിരിച്ചറിയൽ പരേഡിൽ തിരിച്ചറിഞ്ഞത്. അത് സംബന്ധിച്ച് അപ്പൊ ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് അർച്ചന തന്നെയായിരിക്കും. ബീഹാർ സ്വദേശി ആണ്. ഈ അർച്ചനയും കൂടി ഈ പുറത്തേക്ക് തള്ളിയിടാൻ വേണ്ടി പ്രതി ശ്രമിച്ചിരുന്നതായി പറയുന്നു. ആ സമയം അർച്ചനയെ കൈപിടിച്ച് ഈ ട്രെയിനിനകത്തേക്ക് നിർത്തിയത് ഈ ബീഹാർ സ്വദേശിയാണ്. അപ്പൊ ബീഹാർ സ്വദേശിയും ഇതിൽ കൃത്യമായും ഒരു സാക്ഷി, പ്രധാന സാക്ഷി സ്ഥാനത്ത് തന്നെ വരും. എന്തായാലും അർച്ചന തന്നെയാണ് ഇതിൽ പ്രധാന സാക്ഷിയായിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും ഇനിയുള്ള കോടതി നടപടികളിലേക്കും കടക്കുന്ന സമയത്ത് ഘട്ടത്തിലുണ്ടാകുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പ് ഏകദേശം ഈ വർക്കല തെളിവെടുപ്പ് ഈ ട്രെയിനിന്റെ ദിശ സംബന്ധിച്ചും ഈ ഭാഗം പ്രതിക്ക് ഓർമ്മയുണ്ടോ എന്ന് സംബന്ധിച്ചുമൊക്കെയുള്ള ഒരു രീതിയിലുള്ള തെളിവെടുപ്പാണ് നടന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ഇങ്ങനെ തള്ളിയിട്ടു എന്നുള്ള രീതിയിലുള്ള അന്വേഷണം, ഒരു തെളിവെടുപ്പ് പെൺകുട്ടിക്ക് പകരം പോലീസുകാരെ നിർത്തിക്കൊണ്ട് പെൺകുട്ടി പുറത്തേക്ക് ചവിട്ടിയിട്ട രീതി ഉൾപ്പെടെ പ്രതി വളരെ ഒരു ഭാവഭേദവുമില്ലാതെയാണ് പോലീസിനോട് വിശദീകരിച്ചത്. എന്തായാലും ഈ തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞ പോലീസ് ഇനി കോടതിയിൽ കേസിന്റെ വിവരങ്ങൾ സമർപ്പിക്കുകയും ഈ നടപടിയിലേക്ക് പോവുകയായിരിക്കും. യെസ്, വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ നോക്കിയത്. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രിബ്യൂണലാണ് ശിക്ഷ വിധിച്ചത്. ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിലാണ് കോടതിയുടെ നടപടി. ഈ വർഷം മാർച്ച് 3-നാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രിബ്യൂണൽ അനുമതി നൽകിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഒരു രാജ്യത്തിൻ്റെ മുൻ ഭരണാധികാരിക്കെതിരെ ഈ രീതിയിലുള്ളൊരു ശിക്ഷ, അതായത് വധശിക്ഷ, അപൂർവമായ, അതായത് അസാധാരണമായൊരു സംഭവമാണ്. എന്താണ് ഈ കോടതിയുടെ ഈ ശിക്ഷാവിധിയിൽ പറയുന്നത്?
ടോം, മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശിക്ഷയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അവരെ തൂക്കിക്കൊല്ലണം എന്നുള്ളതാണ്. അത് ടോം പറഞ്ഞതുപോലെ അക്കാര്യത്തിൽ വളരെ അപൂർവമായ സംഭവങ്ങളിൽ ഒന്നാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ആ രാജ്യത്തിൻ്റെ കോടതി വധശിക്ഷ വിധിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ്. ഇവിടെ അഭയാർത്ഥിയായി കഴിയുകയാണ്. ഇവിടെ എല്ലാ സുരക്ഷയോടും കൂടി കഴിയുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു വിധി വരുന്നത്. അതിൽ പ്രധാനമായും കോടതി കണ്ടെത്തിയിരിക്കുന്നത് രാജ്യത്ത്, അതായത് ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശിൽ വലിയൊരു രീതിയിലൊരു കലാപമുണ്ടായി. സർക്കാരിനെതിരായിട്ടാണ് ആ കലാപമുണ്ടായത്. വിദ്യാർത്ഥികളാണ് കലാപം നയിച്ചത്. ആ കലാപത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സർക്കാരിനെതിരെ സമരം നയിച്ച വിദ്യാർത്ഥികളെ കൊല്ലുന്നതിന് സർക്കാർ കൂട്ടുനിന്നു, പ്രധാനമന്ത്രി കൂട്ടുനിന്നു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇത്തരത്തിൽ പോലീസുകാരും അതുപോലെ ഇവരുടെ പാർട്ടി നേതാക്കളും വിദ്യാർത്ഥികളെ കൊല്ലുന്നതിന് സർക്കാർ കൂട്ടുനിന്നു, അതിനു വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുത്തു. മാത്രമല്ല ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ പോലീസുകാർക്ക് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കെതിരെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് നടപടിയെടുത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയെ തന്നെ തൂക്കിലേറ്റണമെന്ന പ്രധാനമന്ത്രിക്കെതിരെ വധശിക്ഷ വിധിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ ബംഗ്ലാദേശിൻ്റെ കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വളരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഇത്തരത്തിലൊരു വിധി തന്നെയായിരിക്കും കോടതി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പുറപ്പെടുവിക്കുക. കാരണം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് നാട് കടക്കാൻ തന്നെ കാരണമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാർ വരുന്നു, മുഹമ്മദ് യൂനിസ് അതിൻ്റെ നേതാവാകുന്നു. അങ്ങനെ ആ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത്. അപ്പോൾ വധശിക്ഷയിൽ കുറഞ്ഞ ഒരു വിധിയും കോടതിയിൽ നിന്നുണ്ടാവുമെന്ന് ഷെയ്ഖ് ഹസീന പോലും കരുതി കാണില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാനിരിക്കെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തുകയാണ്. അത് അക്രമാസക്തമായ രീതിയിൽ മാറിയിരിക്കുന്നു. കഴിഞ്ഞ നവംബർ 10 മുതൽ ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. നിരവധി സർക്കാർ ബസ്സുകൾ കത്തിച്ചു കളയുന്നു, സ്ഥാപനങ്ങൾ കത്തിക്കുന്നു തുടങ്ങിയ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇപ്പോൾ ഇങ്ങനൊരു കോടതി വിധി കൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ ബംഗ്ലാദേശിൽ ഉണ്ടായേക്കാം. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോം. യെസ്, അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ്. ഈ വിധി നടപ്പാക്കണമെങ്കിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന് കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരമൊരു നടപടിയൊന്നും ഉണ്ടാകില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യക്ക് മേൽ വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകുമോ? ടോം, അങ്ങനെ നമുക്ക് കരുതാൻ വയ്യ. കാരണം എന്തായാലും ഷെയ്ഖ് ഹസീന ഇന്ത്യ വിട്ട് ബംഗ്ലാദേശിലേക്ക് തിരികെ പോകും എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ചിന്തിക്കാനേ കഴിയില്ല. അതേസമയം തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയോടധികം സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല. അവർ വലിയ പ്രശ്നത്തിലൊക്കെയാണ്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ സഹായങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശിന് ലഭിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് ഇന്ത്യ ഒരിക്കലും ഒരു സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ നിലനിൽക്കും. ഇവിടെ ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം 2018 ഒരു മരവിപ്പിച്ച ഒരു നടപടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു രീതി, അത് പിന്നീട് 2024 കോടതി വീണ്ടും കൊണ്ടുവരുമ്പോഴാണ്, നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാർക്ക് അവിടെ സർക്കാരിൽ 30% സർക്കാർ ജോലികൾക്ക് 30% റിസർവേഷൻ ഉണ്ടായിരുന്നു. അത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അവാമി ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവാമി ലീഗിൻ്റെ പാർട്ടിയുടെ ആളുകൾക്ക് കൂടുതലായി റിസർവേഷൻ നൽകുന്നു എന്ന് ആരോപിച്ചാണ് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളൊക്കെ ബംഗ്ലാദേശിൽ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഷെയ്ഖ് ഹസീന വന്നിട്ട് ആ ഒരു നടപടി മരവിപ്പിക്കുകയാണ് ഉണ്ടായത് 2018. അതിനുശേഷം 2024 അവിടുത്തെ ബംഗ്ലാദേശ് കോടതി തന്നെ ആ റിസർവേഷൻ സംവരണം ഈ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് റിസർവേഷൻ നൽകണമെന്നുള്ള ഒരു തീരുമാനം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. ആ ഒരു കോടതി വിധിക്ക് പിന്നാലെയാണ് രാജ്യത്ത് വലിയ
രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ വിദ്യാർത്ഥികൾ നയിച്ച പ്രക്ഷോഭത്തിലേക്ക് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളടക്കമുള്ള ഭീകര സംഘടന അടക്കമുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് നടത്തുന്ന ആളുകളടക്കം ഈ ഒരു വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിലേക്ക് ഇരച്ചു കയറുകയും അതിനുശേഷം അത് വലിയൊരു കലാപമായി ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ആ കലാപത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. അങ്ങനെയാണ് നിരവധി ആളുകൾ, അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിലാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിലെ കുറ്റകൃത്യ ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.